ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അഹദിൻ യമൂതു ഇല്ലാ നദിമ. ഖാലൂ വമാ നദാമതുഹു യാ റസൂലല്ലാഹ്. ഖാല ഇൻ കാന മുഹ്സിനൻ നദിമ അൻ ലാ യകൂന ഇസ്ദാദ വഇൻ കാന മുസീഅൻ നദിമ അല്ലാ യകൂന നസഅ. ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണപ്പെടുന്ന ഏതൊരാളും ഖേദിച്ചുകൊണ്ടേയിരിക്കും. സ്വഹാബികൾ ചോദിച്ചു, എന്തായിരിക്കും അവൻ്റെ ഖേദം നബിയെ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, അവൻ ഗുണവാനാണ് എങ്കിൽ കൂടുതൽ ഗുണം ചെയ്യാനായില്ലല്ലോ എന്നതിലായിരിക്കും അവൻ്റെ ഖേദം. അതല്ല, അവൻ ദുഷ്ടനാണ് എങ്കിൽ അവൻ്റെ ദുഷ്ടത്തരത്തിൽ നിന്ന് പിന്മാറാനായില്ലല്ലോ എന്നതിലായിരിക്കും അവൻ്റെ ഖേദം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് എനിക്ക് ഗുണമാണോ മറ്റുള്ളവർക്ക് ഗുണമാണോ എന്ന ചിന്തയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ നമ്മൾ ചെയ്യരുത്. കാരണം അതിൻ്റെ പേരിൽ നമ്മൾ നാളെ ഖേദിക്കേണ്ടി വരും. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലാക്കി തീർക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പറയുന്ന കേൾക്കുന്ന കാരണത്താൽ ഞങ്ങളെ സകല പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. ദീനുൽ ഇസ്ലാമിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകാര്, കുടുംബക്കാര്, ഇഷ്ടജനങ്ങൾ, ഈ പള്ളിക്ക് ചുറ്റും അല്ലാതെയുമായി മറവിട്ട് കിടക്കുന്ന സകല മുഅ്മിനാത്തുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാരണത്താൽ ഞങ്ങൾ മരിക്കുന്ന സമയം ഈമാനോടുകൂടെയുള്ള മരണം നൽകണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.